Good morning all. BCom fourth semester important ഒരു പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് ടു QT. തേർഡ് സെമ്മിലും നിങ്ങൾക്ക് QT പഠിക്കാനുണ്ട്, ഫോർത്ത് സെമ്മിലും QT പഠിക്കാനുണ്ട്. അപ്പോൾ ഫോർത്ത് സെമ്മിൽ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്കാകെ 5 മോഡ്യൂളാണ് ഉള്ളത്. മോഡ്യൂൾ 1 ബൈവേരിയേറ്റ് ഡേറ്റ അനാലിസിസ് 1 ആണ്. അതിനകത്ത് കോറിലേഷൻ, അതായത് കൺസെപ്റ്റ് ഓഫ് കോറിലേഷൻ, causation, types of correlations, methods, scatter diagram, correlation graph, Carl-Pearson's coefficient of correlation, Spearman's rank correlation coefficient, probable error concurrent deviation method, concept of lag and lead in correlation. അതേപോലെ തന്നെ മോഡ്യൂൾ 2 ബൈവേരിയേറ്റ് ഡേറ്റ അനാലിസിസ് 2 ആണ്. അതിനകത്താണ് റിഗ്രഷൻ അനാലിസിസ്, അതിൻ്റെ കൺസെപ്റ്റ്, യൂട്ടിലിറ്റി, കമ്പാരിസൺ ഓഫ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, ലൈൻസ് ഓഫ് റിഗ്രഷൻ ഇക്വേഷൻസ് ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യൻ, ഓൾജിബ്രൈക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് റിഗ്രഷൻ, സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ്. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ചാണ്. ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, അതിൻ്റെ യൂസ്, ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, പ്രോബ്ലംസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് പ്രൈസ് ഇൻഡെക്സ്, ക്വാണ്ടിറ്റി ഇൻഡെക്സ്, വാല്യൂ ഇൻഡെക്സ്, അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ്, സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ആൻഡ് സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ് മെത്തേഡ്, വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ്, weighted average of price relatives method, weighted aggregative method applying Laspey's, Pascher's and Fisher's method, test of consistency of index numbers, cost of leaving index numbers and its uses, construction of cost of leaving index numbers, aggregate expenditure method and family budget method, concept of fixed basic index numbers, chain based index numbers, base shifting, deflating and splicing, limitations of index numbers. Module 4 time series analysis, meaning and definition, components of time series analysis, utility of time series analysis, mathematical models, determination of trend, freehand curve method, method of semi-average, method of moving average, method of least squares, first degree only, shifting the origin of trend, converting annual trend into monthly trend. Module 5 probability, and the meaning and definition, basic terms, concepts, approaches to assigning probability, permutation and combination, theorems of probability, addition theorem, multiplication theorem, conditional probability, Bayes theorem of inverse probability. അപ്പോൾ നമുക്ക് 5 മോഡ്യൂളാണ്. ഒന്നാമത്തെ മോഡ്യൂളിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോറിലേഷൻ്റെ ഡെഫിനിഷന്, കോറിലേഷൻ ഗ്രാഫ്, പിന്നെ കാൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, അതിൻ്റെ പ്രോബ്ലം ചോദിക്കാം. അതേപോലെ തന്നെ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ്, അതിൻ്റെ പ്രോബ്ലം ചോദിക്കാം. പിന്നെ കോറിലേഷൻ ഗ്രാഫ് വരയ്ക്കാൻ ഒക്കെ പഠിക്കുക. സ്കാറ്റർ ഡയഗ്രാം എന്താണെന്നും ചോദിക്കാം. മോഡ്യൂൾ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിഗ്രഷൻ, അതിൻ്റെ ഡെഫിനേഷന്, ലൈൻസ് ഓഫ് റിഗ്രഷൻ, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ കാര്യവും, സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഡെഫിനേഷന്, യൂസ്, ലിമിറ്റേഷന്, ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ നമ്മൾ കണ്ടു അൺവെയ്റ്റഡും വെയ്റ്റഡും ഉണ്ട്. അത് ഓരോന്ന് പേരുണ്ട്, പാഷേഴ്സ്, ലാസ്പേഴ്സ്, ഫിഷേഴ്സ്. പിന്നെ കോസ്റ്റ് ഓഫ് ലീവിങ് ഇൻഡെക്സ് നമ്പേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓരോന്ന് കണ്ടുപിടിക്കാനുള്ള രീതി അതൊക്കെ ആദ്യമേ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഈ 5 മോഡ്യൂളിലും പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. മോഡ്യൂൾ 4 ഈ ടൈം സീരീസിനെ കുറിച്ച്, അതേപോലെ തന്നെ ടൈം സീരീസ് അനാലിസിസ്, അതിൻ്റെ യൂട്ടിലിറ്റി, മാത്തമാറ്റിക്കൽ മോഡൽസ്, ആ കാര്യങ്ങളൊക്കെ. അതേപോലെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡ്യൂൾ 4 പ്രോബബിലിറ്റി, അതായത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ പ്രോബ്ലംസ്, അഡീഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റി, ബയേഴ്സ് തിയറം,
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അതായത് നമ്മുടെ കാർഡിൻ്റെ പ്രോബ്ലം, ഒരു ബാഗിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബോക്സിൽ നിന്ന് റെഡ് ബോൾ വൈറ്റ് ബോൾ എടുക്കുന്ന പ്രോബബിലിറ്റി, അതൊക്കെ ഷുവറായിട്ട് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ നടന്നു, അതായത് എ ഗിവൺ ബി എന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ എയ്ക്ക് വരുന്ന ചേഞ്ച്, അത് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു തിയറമാണ് ബേയസ് തിയറം. അപ്പോൾ ബേയസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പഠിച്ചു വെക്കണം. അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ്. അപ്പം നമ്മൾ കഴിഞ്ഞ 3 വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 4th സെമ്മിൻ്റെ പരീക്ഷ ആദ്യമായിട്ട് നടന്നത് CBCS ബാച്ചിൻ്റെ ആദ്യമായിട്ട് നടന്നത് മെയ് 2019 പാർട്ട് എയിലെ കോറിലേഷൻ ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് എന്താണെന്ന്, പ്രോബബിൾ എറർ എന്ന് വെച്ചാൽ എന്താണ്. ഇനി എന്തുകൊണ്ടാണ് ലൈൻ ഓഫ് റിഗ്രഷൻ അനാലിസിസിനെ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് വിളിക്കുന്നത്, പിന്നെ റിഗ്രഷൻ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇൻഫർമേഷൻ തന്നത് എക്സ് വൈ ഉണ്ട്, എക്സിൻ്റെ അരിത്തമെറ്റിക് മീൻ 6 ആണ്, വൈയുടെ അരിത്തമെറ്റിക് മീൻ 8 ആണ്. അതേപോലെ തന്നെ BXY -1.3യും BYX -0.65 ആണ്. ഈ ഇൻഫർമേഷൻ വെച്ച് റിഗ്രഷൻ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാനാണ്. ഇനി ഇൻഡെക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്, പാഷേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ചെയിൻ ബേസ്ഡ് ഇൻഡെക്സ് നമ്പറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടൈം സീരീസ് അനാലിസിസ്, ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഒരു ഇവൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് ആ ഇവൻ്റ് നടക്കുന്നില്ല ബാക്കിയുള്ളത്. ഇപ്പം കോയിൻ ടോസ് ചെയ്ത് ഇവൻ്റ് എന്ന് വെച്ചാൽ ഹെഡ് കിട്ടുക, അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ത്, ഹെഡ് കിട്ടാതിരിക്കുക. ഇനി ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് അസാസിനേഷൻ ബി അറേഞ്ച്ഡ്. അപ്പം അറേഞ്ച്മെൻ്റ് എന്ന് വെച്ചാൽ പെർമ്യൂട്ടേഷൻ ആണോ കോമ്പിനേഷൻ ആണോ. എന്നിട്ട് ഇവിടെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് എസ് 4 പ്രാവശ്യമുണ്ട്, എ 3 പ്രാവശ്യമുണ്ട്, ഐ 2 പ്രാവശ്യമുണ്ട്, എൻ 2 പ്രാവശ്യമുണ്ട്. അങ്ങനെയൊക്കെ നോക്കി ആണ് ആ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എ ചോദ്യം എന്ന് വെച്ചാൽ കോറിലേഷൻ എന്താണ്, കോറിലേഷൻ ഗ്രാഫ് എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ. അതായത് ഇപ്പം ബ്യൂട്ടി കോണ്ടസ്റ്റ് അങ്ങനത്തെ ഒക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറയുന്നത്. അപ്പം 3 ജഡ്ജസ് മാർക്ക് ചെയ്തേക്കാണ് ഇതനുസരിച്ച് റാങ്ക് ഒക്കെ ചോദിക്കാം കേട്ടോ. പിന്നെ കർവ് ഓഫ് റിഗ്രഷനെ കുറിച്ചൊരു നോട്ട്, റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ്, ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, അതിൻ്റെ ടൈപ്സ് ഓരോന്നിൻ്റെ ഡെഫിനിഷനും ആ ഇക്വേഷനും പഠിക്കണം. 1-2 ക്വസ്റ്റ്യൻ ഷുവറാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇനി ഇവിടെ ലാസ്റ്റ് പ്രൈസ് മെത്തേഡ് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യാനാണ്. പ്രൈസ് ക്വാണ്ടിറ്റി ബേസ് ഇയറിലെയും കറണ്ട് ഇയറിലെയും തന്നിട്ടുണ്ട്, അതനുസരിച്ച് കണ്ടുപിടിക്കാൻ. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്താണ്, ടൈം സീരീസ് എന്താണ്, ഇറഗുലർ വേരിയേഷൻ എന്താണ്, പിന്നെ ഈക്വലി ലൈക്വലി ഇവൻ്റ് എന്ന് വെച്ചാൽ എന്താണ്. അങ്ങനെ കുറേ ടേം അതിനകത്തുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ്, മ്യൂച്വലി എക്സോസ്റ്റീവ്, അങ്ങനെയൊക്കെ ടേം ഉണ്ട്. ഇനി കോളേജ് എന്ന വേർഡിലെ ലെറ്റേഴ്സ് അത് ഏതൊക്കെ രീതിയിൽ ഫോം ചെയ്യാമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ മാർച്ച് 2021. മുമ്പേ നമ്മൾ കണ്ടത് മാർച്ച് 2020 മാർച്ച് 2021 സപ്ലിമെൻ്ററി പരീക്ഷകൾ നടന്നത്, കോംപ്ലിമെൻ്റ് ഇംപ്രൂവ്മെൻ്റ് സപ്ലിമെൻ്ററി പരീക്ഷകൾ നടന്നല്ലോ, അതിൻ്റെ പെർഫെക്റ്റ് കോറിലേഷൻ എന്താണ്, പിന്നെ ഈ ഡീറ്റെയിൽ വെച്ചിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ, പ്രോബബിൾ എററിൻ്റെ ഡെഫിനേഷൻ, ടോട്ടൽ റിഗ്രഷൻ എന്താണ്, റിഗ്രഷൻ ലൈൻസ് എന്താണ്, ഇൻഡെക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ. ഇനി 2 ഡൈസ് ത്രോ ചെയ്തു, അങ്ങനാണെങ്കിൽ സം 9 വരാനുള്ള പ്രോബബിലിറ്റി, സം 11 വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഡൈ ആണെങ്കിൽ 1 2 3 4 5 6 ഉണ്ട്, ഒരു ഡൈ 2 ഡൈ ഉണ്ട്. അപ്പോൾ അതിനകത്തെ ഓരോന്നിൻ്റെ 1/36 സമ്മ് കിട്ടുന്നത് 1ഉം 1ഉം വന്നാൽ 2, 1ഉം 3ഉം വന്നാൽ 4, അതേപോലെ തന്നെ 6ഉം 6ഉം വന്നാൽ 12, മാക്സിമം അത്രേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എത്ര എണ്ണം വരാൻ പറ്റും, 9 വരാൻ പറ്റുന്ന ഏതൊക്കെയാണ്, 3 6 ഉണ്ട്, 4 5 ഉണ്ട്,
5 4 ഉണ്ട്, 6 3 ഉണ്ട്. അങ്ങനെ 4 എണ്ണം ഉണ്ട്. അപ്പം 4 ബൈ മൊത്തം 36. അങ്ങനെ 11 വരണമെങ്കിൽ 5 6 6 5, അപ്പം 2 ബൈ 36 അങ്ങനെ ചെയ്യണം. വാട്ട് യു മീൻ ബൈ ബേസ് ഷിഫ്റ്റിങ്? സൈക്ലിക്കൽ വേരിയേഷൻ എന്താണ്? ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിൻ്റെ ഡീമെറിറ്റ്സ്, പിന്നെ സാമ്പിൾ സ്പേസ് ഓഫ് ത്രോയിങ് 2 ഡൈസ്, 2 ഡൈസ് ത്രോ ചെയ്താലുള്ള സാമ്പിൾ സ്പേസ് S ഈസിക്കൽ ടു എന്താ 1 1 1 2 1 3 1 4 1 5 1 6 2 1 2 2 2 3 എക്സെട്രാ പോയി 6 1 6 2 6 3 6 4 6 5 6 6 വരെ 36 എണ്ണം വരും. പിന്നെ പാഷേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ പ്രൈസും ക്വാണ്ടിറ്റിയും 2 അടുപ്പിച്ചുള്ള വർഷത്തിലെ തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാനാണ്. പാർട്ട് ബിയിലെ ചോദ്യം കോറിലേഷൻ അനാലിസിസിൻ്റെ യൂട്ടിലിറ്റീസ്, പിന്നെ നമുക്ക് എക്സ് സീരീസ് വൈ സീരീസ്, അതിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ്, ടോട്ടൽ ഓഫ് ഡീവിയേഷൻസ്, ടോട്ടൽ ഓഫ് ദ സ്ക്വയർ ഓഫ് ഡീവിയേഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അസ്യൂംഡ് മീന് 3044 ആണ്. കാൾസ് പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ്. അടുത്തത് കൺസെപ്റ്റ് ഓഫ് റിഗ്രഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, പോയിന്റ് ഔട്ട് ഇറ്റ്സ് യൂസ്ഫുൾനെസ് ഇൻ ഡീലിംഗ് വിത്ത് ബിസിനസ് പ്രോബ്ലംസ്. പിന്നെ സിമ്പിൾ അഗ്രറ്റീവ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ച് ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 അടുപ്പിച്ചുള്ള വർഷത്തിലെ പ്രൈസസ് തന്നേക്കുവാണ്. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ടൈം സീരീസ് അനാലിസിസിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? അടുത്ത ചോദ്യം അപ്ലൈയിങ് ദ സെമി ആവറേജസ് മെത്തേഡ് ഡിറ്റർമിൻ ദ ട്രെൻഡ് ഫ്രം ദ ഗിവൺ ഡേറ്റ. അടുത്ത ചോദ്യം 2 6-faced dice with face numbers 1 2 3 4 5 6 are thrown simultaneously ഒറ്റ പ്രാവശ്യം. Find the probability that both dice will show 4. One of them will show 3 and other 5. The sum of the faces 8. Sum is an even number. അപ്പോൾ ഓരോ കേസിലെ എത്രണ്ണം വരും? ടോട്ടൽ 36 ആണ്. അത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. The odds against A speaking the truth are 4:6, while the odds in favor of 5 speaking the truth are in 7:3. What is the probability that A and B contradict each other in stating the same fact? If A and B agree on the statement, what is the probability that this statement is true? അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബി കാൾസ് പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എഴുതാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ SLC എക്സാമിനേഷൻ ഏജും പെർസെൻറ്റേജും തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് ഫെയിലർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനും എസ്റ്റിമേറ്റ് പ്രോബബിൾ ആൻഡ് സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാൻ ഫ്രം ദ റിസൾട്ട് ക്യാൻ യു ഡെഫിനറ്റ്ലി അസേർട്ട് ദാറ്റ് ഫെയിലർ ഈസ് കോറിലേഷൻ വിത്ത് ഏജ്. അടുത്തത് from the following estimate the yield of crops when rainfall is 22 cm, മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ yield ആൻഡ് റെയിൻഫോൾ ഈസ് 0.52. ഇവിടെ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് മീൻ എന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നൊക്കെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ടതാണ്, കാരണം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. From the following data calculate price index under simple aggregate method and simple average of relatives method. മുമ്പേ കണ്ട ക്വസ്റ്റ്യൻ ആണ്. Construct with the help of given data Fisher's ideal index number and show how it satisfy factor reversal test. അപ്പം ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കുക. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് മൂവിങ് ആവറേജ് മെത്തേഡ്, പിന്നെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ട്രെൻഡ് ഇക്വേഷൻ ആണ് y = 21 + 1.2x with 2000 = 0. Find the trend equation shifting the origin to 1998. ഇനി ടിക്കറ്റ്സ് 1 തൊട്ട് 100 വരെ ഉണ്ട്. ഷഫിൾ ചെയ്യുന്നു.
വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡ്രോൺ ടിക്കറ്റ്, ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ 1 തൊട്ട് 100 വരെ എത്ര ഈവൻ നമ്പർ ഉണ്ട്? 50. അപ്പോൾ 50/100. ഇനി നമ്പർ 5 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾ ഓഫ് 5 എത്ര ഉണ്ട്? 5, 10, 15, 20. 100 വരെ എത്ര ഉണ്ട്? 20. അപ്പോൾ 20/100. എ നമ്പർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 75. 75-നേക്കാൾ ഗ്രേറ്റർ വരുന്ന ഏതൊക്കെ? 76 തൊട്ട് 100 വരെ. അപ്പോൾ 25 25/100. പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 1 തൊട്ട് 100 വരെ പെർഫെക്റ്റ് സ്ക്വയർ 1, 4, 9, 16, 25, 36, 49, 64, 81, 100. 10 ഉണ്ട്. അപ്പോൾ 10/100. If the probability that a project will have an economic life of 20 years is 0.7 and the probability that B project will have an economic life of 20 years is 0.5, what is the probability that both will have economic life of 20 years? അപ്പോൾ എയും ബിയും ഉണ്ട്, ബോത്ത് രണ്ടിനും വരുന്ന എ ഇൻ്റർസെക്ഷൻ ബിയുടെ കാര്യമൊക്കെ ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബി ചോദ്യം കോറിലേഷൻ ഗ്രാഫ് വരയ്ക്കാനുള്ള ചോദ്യമാണ്. അതേപോലെ തന്നെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ ഓരോന്നിൻ്റെ സ്റ്റെപ്പുകൾ ഓരോ ഇതല്ലേ കോറിലേഷൻ്റെ, അതേപോലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഓരോ മെത്തേഡിൻ്റെ സ്റ്റെപ്പുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ പാർട്ട് ബിയിൽ ചോദിക്കാം. നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കണ്ടു. ഇനി സെയിം ക്വസ്റ്റ്യന്, മുമ്പേ കണ്ട സെയിം ക്വസ്റ്റ്യന്, given the following data, what would be the possible yield of rice per acre when rainfall is 29 cm? Coefficient of correlation between rainfall and yield is 0.8. മീനും വേരിയൻസ് തന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാനുള്ള ചോദ്യം. പിന്നെ സിമ്പിൾ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡും ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡും ഉപയോഗിച്ച് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ചോദ്യം. നമ്മൾ 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ കണ്ടു. വാല്യൂസ് മാറിയാണെങ്കിലും അപ്പോൾ ഇത് പഠിക്കുക. പിന്നെ കമ്പ്യൂട്ട് ലാസ്റ്റ് സ്പേസ് പാഷേഴ്സ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഈ മേളത്തെ. അടുത്ത ചോദ്യം മേളത്തെ ചോദ്യമല്ല, ഇതിൻ്റെ 17th ക്വസ്റ്റ്യൻ. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് 2012, 2018 വെച്ച് ലാസ്റ്റ് സ്പേസ് പാഷേഴ്സ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാൻ. ടൈം സീരീസ് അനാലിസിസ് ഇൻ ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ഉപയോഗിച്ച് ട്രെൻഡ് ലൈൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു ബാഗിനകത്ത് 7 വൈറ്റും 9 ബ്ലാക്കും ഉണ്ട്, ബോൾസ് ഉണ്ട്. 3 ബോൾസ് എടുക്കണം. പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ആർ ബ്ലാക്ക്, ഓൾ ആർ വൈറ്റ്, 1 വൈറ്റ് ആൻഡ് 2 ബ്ലാക്ക്, 2 വൈറ്റ് ആൻഡ് 1 ബ്ലാക്ക്. അത് ചെയ്യുക. ഇനി എ പ്രോബ്ലം ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഗിവൺ ടു 2 സ്റ്റുഡൻസ്. ദ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് എ സോൾവിങ് ദ പ്രോബ്ലം ഈസ് 6 to 9 and the odds against B solving the same problem are in 12 to 10. What is the probability that if both of them try the problem is solved? പാർട്ട് സിയിലെ ചോദ്യം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാം. ഇപ്പോൾ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ എന്താണ്? മാർക്സ് സെക്യൂർഡ് ബൈ എ ബാച്ച് ഓഫ് കാൻഡിഡേറ്റ്സ് അസർട്ടൻ ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആൻഡ് ഇന്റർപ്രറ്റ് റിസൾട്ട്. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ്, എക്കണോമിക്സിൻ്റെ മാർക്ക് 10 കാൻഡിഡേറ്റ്സിൻ്റെ തന്നിട്ടുണ്ട്. റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനാണ്. ഇനി ഒരു ബൈവേരിയറ്റ് ഡേറ്റ തന്നിട്ടുണ്ട്, ഫിറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഫിറ്റ് ചെയ്യാനൊന്ന് പഠിച്ചോണം കേട്ടോ. ഫിറ്റ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഫിറ്റ് ദ 2 റിഗ്രഷൻ ലൈൻസ് ആൻഡ് എസ്റ്റിമേറ്റ് y when x is 10 and x when y is 8.5. അതേപോലെ തന്നെ ഇൻ്റർപ്രറ്റ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡേറ്റ ഉപയോഗിച്ച് ഫിറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ ബൈ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്, ടാബുലേറ്റ് ദ ട്രെൻഡ് വാല്യൂസ്, എസ്റ്റിമേറ്റ് ദ പ്രൊഡക്ഷൻ ഫോർ ദ ഇയർ 2017. അതായത് 2010, 11, 12, 13, 14, 15, 16 തന്നിട്ടുണ്ട്. 17ൻ്റെ എസ്റ്റിമേറ്റ് ചെയ്യാൻ. എലിമിനേറ്റ് ദ ട്രെൻഡ് യൂസിങ് അഡിറ്റീവ് മോഡൽ. What components of the time series are left over? Convert annual trend equation to monthly trend equation. அடுத்த question, suppose a black ball has been drawn from one of the 3 bags. The first containing 3 black balls and 7 white. The second 5 black and 3 white. Third 8 black and 4 white. What is the probability it was drawn from the
ഫസ്റ്റ് ബാഗിൽ നിന്ന് എടുത്തു. അപ്പോൾ അവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ വരുന്നുണ്ട്. ബേസ് തിയറം ഒക്കെ ഉപയോഗിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് സി ചോദ്യം, പ്രൈസും സപ്ലൈയും തന്നിട്ടുണ്ട്. ഇതനുസരിച്ച് കോഎഫിഷ്യൻ്റ് ഓഫ് കൺകറൻറ്റ് ഡീവിയേഷൻ ഡിറ്റർമിൻ ചെയ്യാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 2 types ഓഫ് റിഗ്രഷൻ ഇക്വേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനാണ്. എക്സും വൈയും തന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനകത്ത് ഫിറ്റ് ദ സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ് ടു ദീസ് ഫിഗേഴ്സ്, അതേപോലെ തന്നെ 2012 തൊട്ട് 2018 വരെയുള്ള തന്നപ്പം 2019 നോക്കാൻ പ്ലോട്ട് ദീസ് ഫിഗേഴ്സ് ഓൺ എ ഗ്രാഫ് ആൻഡ് ഷോ ദ ട്രെൻഡ് ലൈൻ. അടുത്ത ചോദ്യം, ഇൻ എ ബോൾട്ട് ഫാക്ടറി മെഷീൻസ് M1, M2, M3 മാനുഫാക്ചർ 25, 35 and 40% of total. Out of the outcome, 5, 4, 2% respectively are defective bolts. One bolt is drawn at random from the product and is found defective. What is the probability that it was manufactured in machine M1? നമ്മൾ മുമ്പേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിച്ച് ബേസ് തിയറം വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ വീണ്ടും കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബൈ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനാണ്. അതേപോലെ തന്നെ ഒബ്റ്റെയിൻ ദ ലൈൻ ഓഫ് റിഗ്രഷൻ ഓഫ് y ഓൺ എക്സ്. ഓൾസോ എസ്റ്റിമേറ്റ് ബ്ലഡ് പ്രഷർ ഓഫ് എ പേഴ്സൺ ഹൂസ് ഏജ് ഈസ് 50 years. ഇങ്ങനെ ഓരോ ഏജിൻ്റെ തന്നേക്കുമാണ്. 50 ഇതിനകത്ത് തന്നിട്ടില്ല. ഇത് ഉപയോഗിച്ച് ലൈൻ ഓഫ് റിഗ്രഷൻ ഉപയോഗിച്ച് 50 year ആകുമ്പോൾ ബ്ലഡ് പ്രഷർ എത്രയാകുമെന്ന് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാൻ സ്ട്രെയിറ്റ് ലൈൻ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് കാണുന്നുണ്ട് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട്. ഫിറ്റ് ദ സ്ട്രെയിറ്റ് ലൈൻ ബൈ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്, ടാബുലേറ്റ് ദ ട്രെൻഡ് വാല്യൂ. അതേപോലെ തന്നെ 2017 കണ്ടുപിടിക്കാൻ എലിമിനേറ്റ് ദ ട്രെൻഡ്സ് യൂസിങ് അഡിറ്റീവ് മോഡൽ. വാട്ട് കമ്പോണൻസ് ഓഫ് ദ ടൈം സീരീസ് ആർ ലെഫ്റ്റ് ഓവർ. കൺവേർട്ട് ആനുവൽ ട്രെൻഡ് ഇക്വേഷൻ ടു മന്ത്ലി ട്രെൻഡ് ഇക്വേഷൻ. പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതും വീണ്ടും കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിച്ച് ബേസ് തിയറം ഉപയോഗിച്ച് ചെയ്യാനാണ്. അതായത് സപ്പോസ് എ ബ്ലാക്ക് ബോൾ ഹാസ് ബീൻ ഡ്രോൺ ഫ്രം വൺ ഓഫ് ദ 3 works. The first ball containing 3 black, 7 white, secondil 5 black, 3 white, thirdil 8 black, 4 white. Probability that it was drawn from first work. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഈ 24 25 നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിയപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മനസ്സിലായില്ലേ? അത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് പഠിക്കുക. പിന്നെ സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമ്മൾ തള്ളിക്കളയുന്ന പല ക്വസ്റ്റ്യനും ചോദിക്കാം. ഇമ്പോർട്ടൻ്റ് ആയതും ചോദിക്കാം, ചോദിക്കാതിരിക്കാം. അപ്പോൾ ഉള്ള സമയത്ത് നന്നായിട്ട് പഠിക്കുക. ഇത് മാത്സ് റിലേറ്റഡ് ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് പാർട്ട് എ, ബി, സി ആദ്യമേ എഴുതുക. ഒരു 10 മിനിറ്റ് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് നിങ്ങൾ എഴുതാത്ത ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് എന്തേലും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ, ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ചെയ്താലേ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.